ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള മീൻ പീര അല്ലാന്നുണ്ടെങ്കിൽ മീൻ തോരൻ തയ്യാറാക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മീൻ പീര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ. ഞാനിവിടെ 1/2 കിലോ മീൻ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കൊഴുവ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ മത്തി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളൂരി എന്ന് പറഞ്ഞൊരു മീനാണ്. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ എങ്ങനെയാണ് പറയുക, എല്ലാ സ്ഥലങ്ങളിലും എങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട് തന്നെ. ഇതുപോലുള്ള ചെറിയ മീനിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുള്ളിന് കനം കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള മീനുകളൊക്കെ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ 2 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുറച്ച് സമയം നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടൊരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനൊരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെടുത്ത ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി മുറിച്ചതിന് ശേഷം ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാൻ പറ്റും. പിന്നെ പച്ചമുളക് ചേർക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും നല്ലൊരു നാടൻ ഫ്ലേവർ തന്നെ കൊടുക്കുമല്ലോ ഇതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1.25 കപ്പോളം അളവിൽ നാളികേരം ചെരുകിയത് ചേർത്തിട്ടുണ്ട്. നാളികേരം അത്യാവശ്യം നന്നായിട്ട് വേണം, പക്ഷേ മീനിനേക്കാളും കൂടുതലാവരുത് ഒരുപാട്. നാളികേരവും മീനും ഏകദേശം ഒരളവിൽ തന്നെയായിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും ഇതിന്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി, അതുപോലെ അത്യാവശ്യം നല്ലൊരു കളറും കിട്ടും മുളക് പൊടി ചേർക്കുമ്പോൾ. ഞാൻ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എരിവെള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് അത്രയ്ക്കൊരു കളർ ഉണ്ടാവില്ലല്ലോ, വെളുത്തിരിക്കും മീൻ പീര ശരിക്കും. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കുക. സാധാരണ നമ്മൾ അവിയലൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാളികേരം ഒതുക്കിയെടുക്കില്ലേ, അതുപോലെ ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചേർത്ത ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് വരണം. അതുപോലെ നാളികേരം ഒരുപാട് അരഞ്ഞു വരാൻ പാടില്ല, വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, അല്ലാതെ തന്നെയാണ് ഒതുക്കിയെടുക്കേണ്ടത്. ഇതിപ്പോൾ മീൻ പീര എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും എല്ലാവരും വീട്ടിൽ സ്ഥിരമായിട്ട് തയ്യാറാക്കണതൊക്കെ ആയിരിക്കും, പക്ഷേ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിതിപ്പോൾ പറയണത്. ഇനി ഒതുക്കിയെടുത്ത നാളികേരത്തിൻ്റെ മിക്സ് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ട് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പിക്ക് നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ സാധനം കൊഴുവ കിട്ടാറില്ല, അപ്പോൾ കൊഴുവ ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്രയ്ക്ക് ലേറ്റ് ആയത്. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു മീൻ ഉപയോഗിച്ചിട്ട് വെള്ളൂരി ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ നാളികേരവും മീനും ഏകദേശം ഒരേ രീതിയിൽ തന്നെയല്ലേ ഉള്ളത്. നാളികേരം ഒരുപാടായിക്കഴിഞ്ഞാലും മീൻ പീര കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് തന്നെ വരണമല്ലോ. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കെ തന്നെ മിക്സ് ചെയ്യാട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ ആ കുടംപുളി ഉണ്ടല്ലോ, അത് വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം അളവിൽ വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ, കുടംപുളി. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് വാളംപുളി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുടംപുളി, അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിനാഗിരിയാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിലാണ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മീൻ പീരയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോയരുത്, അത് നന്നായിട്ട് കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിലേക്ക് ഞാനിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. വെള്ളം ഒഴിച്ച്, അതായത് വെള്ളം കൂടിക്കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് കുഴഞ്ഞ് ഈ മുള്ളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ എപ്പോഴും വളരെ കുറച്ച് വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു മീനൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതുപോലെ ചിലർ വെള്ളം ഒഴിക്കാണ്ടും മൂടി വെച്ചിട്ട് അങ്ങനെയും കുക്ക് ചെയ്തെടുക്കാറുണ്ട്. ആ ഒരു ആവി ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു മീൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് മൊത്തത്തിലൊരു 4.5 ടേബിൾ സ്പൂണോളം അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒരിക്കലും കൂടിപ്പോയരുത് കേട്ടോ, പിന്നെ ഇത് അത്രയ്ക്കൊരു നന്നായിട്ടൊന്നും വരില്ല. അതിനുശേഷം ഞാനിത് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ, അതിനുശേഷമാണ് പിന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കുള്ളൂ.
ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ കൊഴുവ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മീൻ തോരൻ അല്ലെങ്കിൽ മീൻ പീര കൂടുതൽ തയ്യാറാക്കാറ്. ഇതെന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ, കൂടുതൽ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരണം. പക്ഷേ വെന്ത് കുഴഞ്ഞു പോരുത്. ഇളക്കി കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പതുക്കെ താഴേന്ന് മുകളിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പുളിയൊക്കെ എല്ലായിടത്തേക്കും നന്നായിട്ട് തന്നെ ആവും. ഇനി ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ തുറന്ന് നോക്കിയ സമയത്ത് അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് ഇതിൽ, പക്ഷെ കുഴപ്പമില്ല, നമുക്കിത് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നോളും. ഒരുപാട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാതിരുന്നാൽ മതി. അപ്പോൾ പിന്നെ ഇത് ഭയങ്കരമായിട്ട് വെന്ത് കുഴയാനുള്ളൊരു സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് ചെറിയ മീനായ കാരണം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. പിന്നെ നമ്മൾ ആ ഒരു പുളിയും എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയൊന്ന് കുക്ക് ചെയ്തെടുക്കണത്. ഈ ഒരു മീനൊന്നും കുക്കായിട്ട് വരാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴേക്കും തന്നെ കുക്കായിട്ട് വരും. ഇനി ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് പതുക്കെ ഒന്ന് ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടി വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. നമ്മളിത് നല്ല ഡ്രൈ ആയിട്ട് തന്നെയല്ലേ എടുക്കുക. മീൻ പീരയിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് നത്തോലി പീര തന്നെയാണല്ലോ, അതായത് ഞങ്ങളുടെ അവിടെ കൊഴുവാന്നൊക്കെ പറയും. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇതാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നത്തോലിയാകുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടിയും ഈസി ആയിട്ട് തന്നെ കുറച്ചും കൂടിയും പെട്ടെന്ന് കുക്കായിട്ട് വന്നോളും. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുഴഞ്ഞു പോകാത്തൊരു രീതിയിൽ തന്നെ പതുക്കെ മിക്സ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പോയി ഡ്രൈ ആയിട്ട് തന്നെ വന്നോളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതിനുശേഷമാണ് അടച്ചു വെച്ചത്. ഇപ്പോൾ നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല നാടൻ രീതിയിലുള്ള മീൻ പീര നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. തീരെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയല്ലേ ഇതെന്നൊക്കെ പറയണത്. അപ്പോൾ നാടൻ രീതിയിൽ തയ്യാറാക്കിയ മീൻ പീര അല്ലാന്നുണ്ടെങ്കിൽ മീൻ തോരൻ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.